ആരെയും കുറ്റം പറയുകയല്ല അച്ഛൻ. എല്ലാം എന്റെ അനുഭവം. അതിനിപ്പോഴാരും പറഞ്ഞിട്ട് കാര്യമില്ല. അതറിയുകയും ചെയ്യാം. ശരി കുഞ്ഞെ, ഇനി അച്ഛൻ നിന്നോടൊരു കാര്യം പറയട്ടെ. നിന്റെ 2 ചേട്ടത്തിമാർക്കും നിന്നേക്കായി ധനശേഷിയുണ്ട്, സമ്മതിച്ചു. അതില് മൂത്തയാളിന്റെ കാര്യം ഇവിടെ പറഞ്ഞത് കേട്ടില്ലേ? അല്ലേ കേൾക്കാൻ എന്തിരിക്കുന്നു? നിനക്കറിയാൻ വയ്യാത്തയാണോ? പണം ഉണ്ടെന്ന് പറഞ്ഞ് അവക്ക് എന്തോ സുഖം. മറിയാമ്മയുടെ കാര്യം അങ്ങനെ. പിന്നെ നിന്റെ സാറാ കൊച്ചമ്മ, നല്ല പ്രായത്തില് അവരെ ദൈവം കിടത്തിക്കളഞ്ഞില്ലയോ? കിടക്കുന്ന മുറി വിട്ട് പുറത്തിറങ്ങിയിട്ട് 19 കൊല്ലമായി. അപ്പൊ പിന്നെ അവർക്ക് കിട്ടിയത് മറ്റൊരു ദുഃഖം. ഈ 2 ദുഃഖങ്ങളും നിനക്കില്ല, ഉണ്ടോ? അപ്പോ ദൈവം നിന്നോട് കരുണയല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. സഭാപ്രസംഗി പറയുന്ന പോലെ മനുഷ്യൻ എത്ര കേമനായാലും വലയിൽപ്പെട്ട മത്സ്യത്തെപ്പോലെയും കെണിയിലകപ്പെട്ടു പോയ പക്ഷിയെപ്പോലെയും പെട്ടെന്ന് വന്നു പോകുന്ന ദുഷ്കാലത്തിന്റെ പിടിയിൽ പെട്ടുപോകുന്നു. ചിലപ്പോൾ ചിന്തിച്ചാ ഒന്നും പിടികിട്ടത്തില്ല. പകല് കാണുന്ന പോലും ഇരുട്ടാന്ന് തോന്നും. ആ, കരയരുതെന്ന് പറയുന്നില്ല കുഞ്ഞെ. കരയുന്നേ കർത്താവിനെ ഓർത്ത് കരയണം. ദൈവത്തെ ഓർത്ത് പൊഴിക്കുന്ന കണ്ണീർത്തുള്ളികൾ ഈർപ്പമുള്ള നിലത്ത് വിതയ്ക്കുന്ന ധാന്യമണി കൂട്ട. അത് മനസ്സിൽ നന്മയുടെ 100 മേനി വിളയിക്കും. അവൻ കരയാനുള്ള ശേഷിയെങ്കിലും തന്നല്ലോ എന്ന് ഓർക്കണം. അവനോട് നന്ദിയുള്ളവളായിരിക്കണം. സഭാപ്രസംഗി തന്നെ പറയുന്നുണ്ട്, മനുഷ്യനെ ദൈവം സരളചിത്തനായാണ് സൃഷ്ടിച്ചതെന്ന്. അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. ചിലപ്പോൾ അത് ശരിയായിരിക്കും. മനുഷ്യനെ അങ്ങനെ തന്നെ സൃഷ്ടിച്ചേക്കുന്നേ. കിളിയെ കൂട്ട് പാട്ടുപാടാനും പൂവിനെ കൂട്ടി ചിരിക്കാനും ഒക്കെ. കുഞ്ഞാനാപ്പിള ഉറക്കമാന്നോ? ആന്നോ? കേറി വന്നാട്ടെ. ആ, എനിക്ക് മനസ്സിലായില്ലല്ലോ. അപ്പച്ചന്റെ സ്നേഹിതന്. ആ, പേര് ശിവരാമക്കുറുപ്പ്. ഓ, കാർത്തികപ്പള്ളിയിലെ അച്ഛൻ. ഓ, മനസ്സിലായി മനസ്സിലായി. സിസിലി കുഞ്ഞ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കുറുപ്പച്ച ഇങ്ങോട്ടിരുന്നാട്ടെ. ഓ, നമ്മുടെ സ്ഥാനം ഇവിടെ അച്ചോ. അല്ല, സ്ഥിരമായിട്ട് നമ്മുടെ ഇരുത്ത ഇവിടെ അച്ചോ. അല്ല, കുറുപ്പച്ചന് ക്രിസ്ത്യാനികളുടെ വീട്ടിൽ തീണ്ടലും തൊടിയിലും ഉണ്ടോ? അതാണോ ഇവിടെ ഇരിക്കുന്നേ? അയ്യോ എന്റെ പൊന്നമ്മച്ചിയെ, മനുഷ്യനെ തൊടാൻ വയ്യാത്ത ആചാരത്തിനൊന്നും ഞാനില്ലേ. മനുഷ്യനെ തൊടത്തില്ല എന്നും പറഞ്ഞ് കണ്ട ഭൂമിയിൽ ജീവിക്കാൻ പറ്റൂ? അല്ലേ തന്നെ നമുക്ക് എന്താ വാച്ചോ ഈ തൊടിയിലും തീണ്ടലും ഒക്കെ. അകത്ത് വലിയ അവിച്ചില്ല, അതായി പുറത്തിരിക്കുന്നേ. ആ, അതാ വേണ്ടേ. മനുഷ്യന് വേണ്ടിയല്ലയോ ദൈവം ഇത്രയും പാടുപെടുന്നേ. അതിനിടെ കയറി മനുഷ്യരെ തൊടത്തില്ലെന്ന് മനുഷ്യർ തന്നെ പറഞ്ഞ അല്ലയോ കുറുപ്പച്ച? മനുഷ്യരോട് താല്പര്യം വേണ്ടത് മനുഷ്യന് തന്നെ. ഞാനേ ഇടയ്ക്കിടയ്ക്ക് വരും. ഞാൻ വരുന്ന കുഞ്ഞാനാപ്പിളക്ക് ഒരു ആശ്വാസമാണ്. അദ്ദേഹത്തിന്റെ വേദപരിജ്ഞാനം അപാരമല്ലയോ? എനിക്ക് പറഞ്ഞ കൂട്ട് അതൊക്കെ ഇച്ചിരി കാര്യമാ. കുഞ്ഞാനാപ്പിള പറയുമ്പോഴാ വേദപുസ്തകത്തിലെ കാര്യങ്ങൾ അറിയുന്നേ. അറിയുമ്പോ തോന്നും എല്ലാം ഒന്നല്ലയോ എന്ന്. എന്ന് വെച്ചാ മതങ്ങൾ വ്യത്യസ്തമാണേലും പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നല്ലയോ? ഒന്നാന്നോ? പിന്നല്ലയോ? അധർമ്മത്തിൽ മുഴുകിപ്പോയ മനുഷ്യരാശിയെ വീണ്ടെടുക്കാനെ കൊണ്ട് ദൈവം തന്റെ പ്രിയപുത്രനെ ഭൂമിയിലേക്ക് അയച്ചു എന്നാണല്ലോ ക്രിസ്തുവേദം പറയുന്നേ. ഹിന്ദുവേദം പറയുന്നതും അത് തന്നെ. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്നല്ലയോ? ആത്മതത്വത്തെ അറിയണം. അതറിഞ്ഞില്ലേ എല്ലാ അറിവും പാഴാ. അറിഞ്ഞാലോ മോക്ഷം നിശ്ചയമാന്നാ പ്രമാണം.
അപ്പൊ പിന്നെ എന്തുവാ രക്ഷ? മോക്ഷം തന്നെ, അല്ലാതെ പിന്നെ ഒന്നുമില്ല. മോക്ഷപ്രാപ്തി കർമ്മത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഈശ്വര സാക്ഷാത്കാരത്തിനു വേണ്ടി കർമ്മയോഗവും ജ്ഞാനയോഗവും ശീലിക്കാൻ ഭഗവാൻ കൃഷ്ണൻ ഉപദേശിക്കുന്നു. ഞങ്ങൾക്കിതൊന്നും വിശ്വസിക്കാൻ വയ്യ. അല്ല, എന്തുവായി കുറുപ്പച്ചൻ പറയുന്നേ? അല്ലേ, ഇതൊക്കെ ഈ ആളുകളെ കബളിപ്പിക്കാൻ പറയുന്നല്ലയോ? രക്ഷകനായ യേശു ചെയ്ത കൂട്ട് ഒരാത്മത്യാഗം വേറുണ്ടോ? ക്രിസ്തു ചെയ്ത കൂട്ട് ഒരത്ഭുതം വേറെ ചൂണ്ടിക്കാണിക്കാവോ നിങ്ങൾക്ക്? അത്ഭുതം? അത്ഭുതം എന്തുവാന്നോ? ക്രിസ്തുവിൻ്റെ ജനനം തന്നെ അത്ഭുതമല്ലയോ? കന്യകയിൽ നിന്നുള്ള ജനനം, ആ പാവനാംഗി ജഠരത്തിൽ നിന്നും മുപ്പാരിലൂന്നും വിഭുവിൻ്റെ പുത്രൻ, ആ പാതിരാ നേരം അസാരനെ പോൽ ഇപ്പാരിൽ അമ്പോട് അവതീർണനായി എന്ന് കേട്ടിട്ടില്ലേ? കട്ടക്കായം പറഞ്ഞേക്കുന്നയാ. ഇതൊക്കെ ആരാ പറഞ്ഞോ? വേദപുസ്തകത്തിൽ പറഞ്ഞേക്കുന്നയാ. അതാ വിശ്വസിക്കേണ്ടത്. അതല്ലാതെ വേറെ ഒന്നും വിശ്വസിച്ചൂടായോ? വേറൊന്നും സത്യമല്ല. സത്യമല്ലാത്തത് മണ്ടത്തരമല്ലയോ? അപ്പൊ എത്ര നല്ല കർമ്മം ചെയ്താലും ക്രിസ്ത്യാനിയല്ലേ രക്ഷയില്ല, ഇല്ലയോ? ഇല്ല, രക്ഷയില്ല. പിതാവായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേൽക്കാതെയും പുത്രന്റെ തിരുശരീര രക്തങ്ങൾ ഭക്ഷിച്ച് പാപമോചനം തേടാതെയും രക്ഷയില്ലേയില്ല. അയ്യേ, കാക്ക പറ്റിച്ചല്ല. നിക്കേ. അച്ചോ, ഇതാ ഞാൻ പറഞ്ഞേ. എന്തോന്ന്? ക്രിസ്ത്യാനിയുടെ മേത്ത് കാക്ക തൂറിയപ്പോ ഹിന്ദു വേണ്ടി വന്നു അത് കഴുകി തരാൻ. അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, മനുഷ്യനോട് താല്പര്യം വേണ്ടിയ മനുഷ്യന് തന്നെ. അതാ എല്ലാ വേദവും പറയുന്നേ. കുറുപ്പച്ചൻ ആള് കൊള്ളാവല്ലോ. അയ്യോ, എന്താ പറ്റി അച്ചോ? ഓ, ഒരു കാക്ക കാക്ക കാഷ്ടിച്ചതാ. ആ, രണ്ടുപേരും കൂടെ വർത്താനം പറഞ്ഞോണ്ടിരി. ഊണ് കഴിഞ്ഞാ പോവാവുള്ളൂ. അയ്യോ, എനിക്കൂണ് വേണ്ട, അച്ഛനോട്. അല്ല, പോയേച്ചേ, എനിക്ക് ചെറിയ ദുരുശമുണ്ട്, അതുകൊണ്ടാ. അതെ, കുഞ്ഞാനോപ്പള മയക്കം കഴിയുമ്പോ ഇനി സമയം എടുക്കത്തില്ലയോ? എന്നാ പിന്നെ മരുന്ന് ഞാനങ്ങ് തന്നേ കേട്ടോ. എന്താ? അതെ, അപ്പച്ചനുള്ള കറുപ്പ് കുറുപ്പച്ചൻ കൊണ്ടുവന്ന് തരും. ആ, അത് ശരി. എന്നാ ശരി, വരട്ടെ അച്ചോ. പുലിയൂർ അമ്പലം വരെ ഒന്ന് പോണം. ഇച്ചിരി ചോറുണ്ടേച്ച് പോയാ പോരെ കുറുപ്പച്ച? അതെ അച്ചോ, അതെ. ഈ പോയച്ചു വരാച്ചോ. ടീച്ചറെ, അല്ലേ പതിവില്ലാതെ ഈ വഴിക്ക് എവിടെ പോയതാ? അത് ശരി, സാറിവിടെ? ഞാനിവിടെ അപ്പുറത്താ താമസിക്കുന്നത്. ദോ ആ കാണുന്ന പുരാടത്തിന് അപ്പുറത്തുള്ള വീട്. ദോ ആ കാണുന്ന തന്നെ. അല്ല, ടീച്ചർ എവിടെ പോയെന്ന് പറഞ്ഞില്ല. ഗ്രേസി ടീച്ചറിന്റെ വീട് വരെ ഒന്ന് പോയതാ. ആ, അത് ശരി. എന്നിട്ട് ടീച്ചറെ കണ്ടോ? കണ്ടു. വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നാൽ പിന്നെ സമയം പോകത്തില്ല. അപ്പൊ പിന്നെ അപ്പുറത്തെ മുക്കിലേക്ക് ഇറങ്ങും. വായനശാലയിലും പോവും. ആരുമില്ലാതാവുമ്പോഴ് പുസ്തകങ്ങളാ കൂട്ട്. കുറച്ച് ദിവസമായിട്ട് വായനയും മുടങ്ങിയിരിക്കുമായിരുന്നു. വീട്ടിൽ നിന്ന് ഒരു എഴുത്ത് വന്നു, അമ്മയ്ക്ക് ആസ്മ കൂടുതലാണെന്ന്. മനസ്സിനൊരു സമാധാനം കിട്ടണമെങ്കിൽ അവിടം വരെ ഒന്ന് പോയിട്ട് വരണം. അതിനൊട്ടൊക്കുന്നുമില്ല. പക്ഷേ ഇന്നേക്കും വിവരം വന്നു.
സംഗതി വലിയ പ്രശ്നമില്ലെന്ന്. അമ്മയ്ക്ക് പ്രായമൊക്കെ ആയി. അസുഖമെന്ന് കേൾക്കുമ്പോൾ പിന്നെ ഉള്ളിൽ തീയ. വീട്ടിലെ പിന്നെ വേറെ ആരുമില്ലേ? ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഞാനും അമ്മയും പെങ്ങളും. പെങ്ങളുടെ വിവാഹമൊക്കെ നേരത്തെ കഴിഞ്ഞു. അളിയൻ പട്ടാളത്തിലാ. അവരിപ്പോഴും നീലഗിരിയില്ല. അപ്പൻ ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് മരിച്ചു. അമ്മച്ചി ഞങ്ങളെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാ പഠിപ്പിച്ചേ. അപ്പോ വീട്ടിൽ അമ്മയ്ക്ക് സഹായത്തിനാരാ? അകന്ന ബന്ധത്തിലുള്ള ഒരമ്മായിയാ. അവർക്കും നല്ല പ്രായമായി. എന്നാ പിന്നെ അമ്മയെ കൂടി ഇങ്ങ് കൊണ്ടുവരുന്നതല്ലേ നല്ലത്? പറയാത്തതും ശ്രമിക്കാത്തതൊന്നുമല്ല. അതിന് അമ്മ സമ്മതിക്കാത്തതാ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്. രണ്ടാമതൊരു വിവാഹത്തിന് ശ്രമിച്ചൂടെ? ക്ഷമിക്കണം, ഞാൻ ചോദിക്കരുതാത്തത് ചോദിച്ചു പോയെങ്കിൽ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. എന്തു പറയണമെന്ന് അറിയാത്തതിനാലാ ഞാനൊന്നും മിണ്ടായിരുന്നത്. അല്ലാതെ ചോദിച്ചതിലുള്ള വിഷമം കൊണ്ടല്ല. എന്നാ ഞാൻ പോയിക്കോട്ടെ. എനിക്ക് വീടെത്തിയിട്ട് കുറച്ച് ധൃതിയുണ്ട്. ടീച്ചറെ, ടീച്ചറിന് കാശ് കിട്ടിയോ? ടീച്ചർ ഗ്രേസി ടീച്ചറിൻ്റെ അടുത്ത് പോയത് പണം കടം വാങ്ങാനാണെന്ന് എനിക്കറിയാം. ഗ്രേസി ടീച്ചർ എന്നോട് പണം കടം ചോദിച്ചിരുന്നു, ടീച്ചറിന് തരാൻ വേണ്ടി. ഞാൻ തുറന്നു ചോദിച്ചത് മാന്യതയായില്ലെങ്കിൽ ക്ഷമിക്കണം. മനസ്സിലല്പം വിഷമം വന്നാൽ എനിക്ക് പിന്നൊന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് അറിയാതെ ചോദിച്ചു പോയതാ. ടീച്ചറിനൊരാവശ്യം വന്നപ്പോൾ എന്നെ ഒരു അന്യനായി കണ്ടല്ലോ എന്നോർത്തപ്പം വിഷമം തോന്നി. നമ്മളൊക്കെ തൊഴിലിന് വേണ്ടിയാണെങ്കിലും ഒരു സ്ഥലത്ത് ഒന്നുപോലെ കഴിയുന്നവരല്ലേ? അത് പെട്ടെന്നൊരു ആവശ്യം വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ കയ്യിൽ വിചാരിച്ച പോലെ. പണത്തിൻ്റെ ആവശ്യം അങ്ങനെ. അത് വിചാരിക്കും പോലെ വിചാരിക്കുന്ന സമയത്ത് നമ്മുടെ കൈ കാണത്തില്ല. അല്ല, അത് ചിലപ്പം പണത്തിൻ്റെ കുഴപ്പമായിരിക്കത്തില്ല, നമ്മുടെ കുഴപ്പമായിരിക്കും. ഗ്രേസി ടീച്ചർ ചോദിച്ചു വന്നപ്പോൾ എൻ്റെ കയ്യിലും ഇല്ലാതായിപ്പോയി. എനിക്ക് വീടെത്തിയിട്ട് ഒരു അത്യാവശ്യമുണ്ട്. നെല്ല്. ദേ, ഈ നീണ്ടുപോകുന്ന റെയിൽപ്പാളങ്ങൾ മാതിരി നമ്മൾ എങ്ങും തമ്മി മുട്ടാതെ എത്ര നാളാ? അടുപ്പമുള്ളവർ തമ്മിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞേ മതിയാവൂ. ഈ പറയുന്നത് എള്ളുപറമ്പിലെ കുട്ടിയമ്മയോട് പാലാ ഇടമുറ്റത്ത് തോമസ് പറയുന്നതാ. കുട്ടിയമ്മയ്ക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ കാലത്ത് സ്കൂളിൽ വരുമ്പോഴേ എൻ്റെ കയ്യിലുണ്ടാവും. അത് ചോദിച്ചു മേടിക്കണം. എന്റെ കർത്താവേ, ഇതിന്റെ മുന്നിക്ക് രക്തപ്രസാദം ഇല്ലാത്തേ. ഉള്ള ചോരയും നീരും ഈ ഈരെല്ലാം കൂടെ കുടിച്ചു വറ്റിച്ചിട്ടല്ലയോ? മതി അമ്മച്ചി, എനിക്ക് വയ്യനി, തല വേദനിക്കുന്നെന്ന്. ഇനി നാളെ തല കഴുകുന്നതിന് മുമ്പ് നോക്കാം. എടി, നിനക്ക് വല്ലപ്പോഴെങ്കിലും തല വല്ല താളിയോ നാരങ്ങയോ വല്ലതും തേച്ചാലെന്താ? അല്ലേ, നിന്റെ തലയെ നോക്കാനെ കൊണ്ട് വേറെ വല്ലവരും വരുവോ? ആഴ്ച താളി ഇടുന്നേ അമ്മച്ചി. ആഴ്ചയില് എടി ഇച്ചിരി എണ്ണ തേച്ചായിരുന്നേ മതിയല്ലോ. അല്ലേ, ആഴ്ചയെ താളി ഇടുന്ന തല കണ്ടില്ലയോ? അല്ലേ, പറയുന്നു ചുമ്മാതാന്നോ? മുടി കണ്ടില്ലയോ? വല്ല ഒട്ടത്തിമാരുടെ തലമാതിരിയുണ്ട്. അമ്മച്ചി എന്തുവാ മനസ്സിൽ വെച്ചോണ്ട് പറയുന്നേ? ബേബിച്ചായന് ഒന്നിച്ചു കൂട്ടാൻ കായില്ലേലും എന്റെ കാര്യത്തിന് അമ്മാന്തിക്കത്തൊന്നുമില്ല. നായരുമടത്തിന്ന് തലയിൽ തേക്കാൻ എണ്ണയും നാരങ്ങ ഷാമ്പും എല്ലാം മേടിച്ചോണ്ട് തരും. എന്നെ നല്ല പോലെ നോക്കി അന്വേഷിക്കുന്നെ. അല്ലേലും അമ്മച്ചിക്ക് ഉള്ളേ ഇത്. അമ്മച്ചി അല്ലാതെ വേറെ എല്ലാരും പോക്കില്ലാത്തവരാ. അത് ശരി, നിന്നെ പെറ്റിട്ട് നോക്കി വളർത്തി ഒരുത്തന്റെ കൂടെ പറഞ്ഞയച്ചപ്പോഴ് കുറ്റം മൊത്തവും ഞങ്ങളുടെ ആയി. അല്ലേ, അവള് പറഞ്ഞു വന്നപ്പോ ഞങ്ങൾ പോക്കില്ലാത്തവരുമായി.
എടീ, നിന്റെ കെട്ടിയോന്റെ കൂട്ട് വേലയും കൂലിയും ഒന്നും ഇല്ലേലും കഷ്ടപ്പെട്ടിട്ടാടി നിന്നെ വളർത്തിയേ. പോക്കില്ലേലും കടമേടിച്ചിട്ടാന്നേലും നിന്നെ പ്രസവത്തിന് വിളിച്ചോണ്ട് വന്നേ. നിന്റെ കെട്ടിയോന്റെ കയ്യിലെ ഒന്നും കണ്ടേച്ചുമല്ല. അവള് ന്യായം പറയുന്നു. ഇങ്ങോട്ട് തിരിയടി. മതി, കണക്ക് പറയാനാന്നേ. എല്ലാരും കൂടെ വലിയ കാര്യമായിട്ട് എന്നെ വിളിച്ചോണ്ട് വന്ന എന്തോയിനാ? ഞാൻ പറഞ്ഞില്ലല്ലോ ആരോട് എന്നെ വിളിച്ചോണ്ട് വരാൻ. ഞാൻ അവിടെ കിടന്ന് പെട്രോളുമായിരുന്നല്ലോ. കണക്ക് പറഞ്ഞോണ്ടിരിക്കാനാന്നേ. അടുത്ത തവണ ബേബി ചായം വരുമ്പോഴ് ഞാൻ കൂടെ പോയേക്കാം. മനസ്സമാധാനെങ്കിലും കാണുമല്ലോ. എന്നാ പിന്നെ പെറ്റ വരന്റെ കണക്കൊടുക്കിച്ച് ന്യായം പറയടി. അല്ലേ, പറയുമ്പോ എല്ലാം പറയണമല്ലോ. ഇതൊക്കെ കേൾക്കുമ്പോഴാ എനിക്ക് എന്റെ തറവാങ്ക അങ്ങ് മറിക്കുന്നേ. ഏത് നേരത്താന്ന് ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ തോന്നിയേ. ഞാൻ ഇവിടെ നിന്നോളുമായിരുന്നല്ലോ. കർത്താവേ, അവ ചത്താ മതിയായിരുന്നു. ചാരി കിടന്നു, എന്നിട്ട് കള്ളവർക്കം ഉറങ്ങിക്കോ. എന്റെ മേത്തോട്ട് ആര് കയറിയാലും ഇങ്ങേർക്കൊന്നുമില്ലല്ലോ. ഞാൻ വല്ല ചാതിയും കിടന്നാലും ഇങ്ങേർക്ക് തൃപ്തിയാ. അതെനിക്കറിയാവുന്നയാ. കെട്ടിക്കേറി അന്ന് തൊട്ടേ എനിക്കറിയാവുന്നയാ. എല്ലാം എനിക്കറിയാം. ഒരേ കൂട്ട എല്ലാരും, തന്തയും പിള്ളേരും എല്ലാം. സ്വർഗത്തിൽ മുണ്ടിക്കൊക്കെ പോയേനെ കൂട്ട ഒറ്റക്കണ്ണിന് നത്തക്കായി നോക്കി കിടക്കുക. സ്വന്തം കാര്യമേ ഉള്ളു. അതിനിടയിൽ ഞാൻ കിടന്ന് വെന്ത് നീർന്ന് എന്തോയിനാ. എനിക്കുള്ള എല്ലാം കൂടെ എല്ലാവർക്കും വിധിച്ചു കൊടുത്തപ്പോ ഞാൻ കൊള്ളിക്കോലം കെട്ടിയ കൂട്ടായില്ലയോ. നിങ്ങളിതെന്തോ ഓർത്തോട്ട് കിടക്കുക. വിൽക്കാൻ നിർത്തിയ കാടയുടെ പുറത്ത് കാക്ക കയറി ഇരിക്കുന്ന കൂട്ട് ഒറ്റ ഇരിപ്പാ. എന്തോ ആയാലും ഒന്നുമില്ല. എല്ലാവർക്കും എന്തും പറയാനെ കൊണ്ട് ഞാനിവിടെ കരവഴിവായിട്ട് നിൽക്കുവാന്നു. എനിക്കത് അറിഞ്ഞേ പറ്റത്തുള്ളു. നിനക്കിതെന്തോ അടി? അല്ലേ, അറിയാൻ വയ്യാത്തോട് ചോദിക്കുക. അടച്ചു വെച്ച പാലിന് ചുണ്ണാമ്പ് പോയിട്ട് വയററിയെന്ന് പറഞ്ഞാലോ? നടക്കുന്ന നടപ്പ് കണ്ടില്ലയോ? ഞാൻ എന്തോ വേണ്ടേ? വല്ല വിഷവും മേടിച്ച് കലക്കി തിന്ന് ചാവണോ? ആ പലിശപ്പാപ്പിക്ക് കായ് കൊടുക്കാന്ന് പറഞ്ഞ ദിവസമാ. കായില്ലേ ഒരു നാളെങ്കിലും പറയണം. എനിക്കിന്റെ മൂലക്കല്ലട നിൽക്കുക. അപ്പോഴോ അവിടെ മോങ്ങല്. ആ പെണ്ണാണെങ്കിൽ പോയി ഇതുവരെ വന്നുമില്ല. എവിടെ കെട്ടി എടുത്തിട്ട് കാടിയാനെ? ആ ചെന്ന് അന്വേഷിക്കും. പിള്ളേരുടെ വാങ്ങി വാങ്ങിയ ഈ കണക്കായ. ആ, അവള് വന്നു. കുട്ടിയമ്മേ, ഞാൻ പുറത്തോട്ടിറങ്ങാതെ നിൽക്കുക. ആ പലിശപ്പാപ്പയെ കാണണം. അപ്പന്റെ കാര്യം നടന്നാ മതിയല്ലോ. ഞാൻ എങ്ങനെയായാലും ഒന്നുമില്ല. അപ്പന് വേണ്ട പണം കാലത്തെ കിട്ടും. പള്ളിക്കൂടത്തിൽ വന്നാ തന്നേക്കാം. അപ്പ സമാധാനായിട്ടിരിക്കി. കുട്ടിയമ്മേ, എന്താ ഇനി അമ്മച്ചിക്കൊണ്ടോ വല്ല ആവശ്യം? അതും പറഞ്ഞോ. എടി നീ വേണ്ടടി കുഞ്ഞുമണിയെ, നീ നേരത്തെ പറഞ്ഞ നേരാ. പിള്ളേരുടെ പണത്തിൽ കഴിയുമ്പോ തന്തയും തള്ളയും അല്ലാതായി പോവും. എന്റെ അപ്പന്റെ മുഖത്ത് നോക്കി ഞാൻ കണക്ക് പറഞ്ഞായിരുന്നേ, എനിക്ക് ഈ പടുതിക്ക് നിൽക്കേണ്ടി വരത്തില്ലായിരുന്നു. എടി, അപ്പനോട് സംസാരിക്കുന്ന പടിയാണോ ഇത്? വായടക്കടി. അന്നം വാരി വായി വയ്ക്കാൻ മാത്രം തുറന്നാ മതി നിന്റെ വാ. അതും കണ്ണു അടച്ചോണ്ട്. ആ, നീ എന്തോ ഇനാ കരയുന്നേ? നീ കരയാതെ.
നിന്റെ കണ്ണീരിന് വില തരാൻ ഇവിടെ ആർക്കെങ്കിലും പറ്റൂ?